വർദ്ധിക്കല്ലാതെ ഇന്ന് എന്തെങ്കിലും ഏതെങ്കിലും സ്നേഹമായിട്ട് സംസാരിക്കുന്നുണ്ടോ? ഞാൻ ചിന്തിക്കുന്നത് റോസാപ്പൂവിനെന്നും പിന്നെ താമരപ്പൂവിനെ നോക്കിയല്ല. നമ്മുടെ വീട് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ്. നീ നിന്റെ മോളും കൂടെ രാവിലെ മുതൽ ചേരാതെ അങ്ങോട്ടേക്കൊണ്ട് നടന്ന് ഡെബിറ്റ് കാർഡിൽ നിന്ന് ഉള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കൂട്ടി കടം വരുത്തി വീട് മുങ്ങിക്കൊണ്ടിരിക്കുക. ബാങ്കുകാരെല്ലാം കാട്ടുന്നാൽ മതി. അതെ, കഴിഞ്ഞ ആഴ്ച ഞാൻ ബാലൻസ് ചെക്ക് ചെയ്യാൻ അതിനകത്ത് നിറച്ച് പൈസ ഉണ്ട്. ബാങ്ക് ബാലൻസ് നമുക്ക് തലമുറകളായിട്ട് ജീവിക്കാനുള്ള പണം അതിനകത്തുണ്ട്. പിന്നെ റബ്ബർ തോട്ടത്തിലോട്ട് എനിക്കിപ്പോ സമയം കിട്ടുന്നില്ല. കാരണം ഞാൻ ഇങ്ങനെ ഇറങ്ങുമല്ലേ, എനിക്കൊട്ടും സമയം കിട്ടുന്നില്ല. റബ്ബർ തോട്ടത്തില് ഫണ്ടായിരുന്നു, ഇപ്പൊ അത് മുതലുണ്ടാക്കാ, അതിന് പാടുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ കൃത്യമായ ശമ്പളമേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾക്കൊന്നും വലിയ ശമ്പളമൊന്നും ഇല്ല. ആൾക്കാർ ഗൾഫിന്നും അവിടെ നിന്നും വന്നുള്ള വിലകളെല്ലാം കൂടി ഇപ്പൊ കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിക്കാനുള്ള വലിയ പ്രയാസമാണ്. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ടാണ് പഴയ രീതിയിലൊക്കെ ചെലവാക്കി ഇപ്പം ഇരു കാര്യം ചെയ്തു കാത്തിരുന്നു പെട്ടെന്ന് ബാങ്കായിട്ട് ഒന്ന് ജസ്റ്റ് ചെയ്തു. ഒരു തരത്തും പോലും എനിക്ക് അനുവാദമൊന്നുമില്ല. നിന്നോട് സ്നേഹമാണ് സംസാരിക്കാൻ. ഇനിയൊക്കെ ശ്രദ്ധിച്ച് പറഞ്ഞു കേൾക്ക്. വീട് നമ്മളെ കണ്ടീഷൻ വളരെ മോശമാണ്. ഓക്കെ, പിന്നെ വീട് തന്നെ എന്റെ ബാങ്കിൽ കൊണ്ടാണ് വീട് വെച്ചേക്കുന്നത്. അത് മിക്കവാറും കുറെ എത്തി ഇങ്ങനെ ചെയ്യേണ്ടതേ ഉള്ളത്. ഒത്തുപിടിച്ചാൽ മലയിൽ പോലും. അതുകൊണ്ട് ഒരു വീടായാൽ ഒരുമിച്ച് ജീവിക്കണം. ഓക്കെ, yes, good. I'd like somebody. You like somebody? That's very good. The guy, Champion's son in the other house. That's good too. So, we want to get married. You want to get married? നമ്മുടെ അടുക്കള തുറച്ചുകൊണ്ടിരുന്ന കുഞ്ഞമ്മ. ഐ ഡോണ്ട് കെയർ മണി. നമുക്ക് ആ ചെറുക്കനിടം വേണ്ട. അവനെ അവനെ ഈ വീട്ടിലെ കയറി നിന്നെ ഞാൻ കൊല്ലും. ഞാൻ ഇനി ഇവിടെ വാടി, ഇവിടെ വാടി. അവനെ സമ്മതിക്കത്തില്ലടി. എടി ഇങ്ങോട്ട് വന്നാൽ പറയണ്ടേ. എന്റെ കൂട്ടുകാരുണ്ടല്ലോ, കളക്ടർമാരുണ്ട്, IPS-കാരുണ്ട്, മന്ത്രിമാരുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ തിരക്കിയിരിക്കും. നമ്മുടെ മോള് വളർന്നോളുന്നു. അതൊക്കെ ഒത്തിരി ആപ്പിള്ളേരായിട്ട്. മോളെ ഞാൻ വേറെ ആരെങ്കിലും ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചത്. പക്ഷേ ചാക്കോച്ചാന്റെ വീട്ടിൽ നമ്മുടെ വീടിന്റെ പാതക്ക് നിൽക്കാൻ പോയി യോഗ്യത കാര്യമുണ്ട്. നീ എങ്ങനെ അവരെ മാത്രം സ്നേഹിച്ച് വേറെ അനുസരിച്ചുകൂടായിരുന്നു? കേറാനുള്ള യോഗ്യത അവർക്കില്ല. ഇല്ല, അവളെ നീ വീട്ടിലെ കയറ്റത്തില്ല. ഞാൻ എങ്ങനെ പറയും? ഞാൻ എങ്ങനെ എനിക്ക് ജീവിക്കണ്ടേ? ഇവിടാണ് പരിമളത്തിന് വേണ്ടി നമ്മൾ സാധിച്ചത്. നീ ചിന്തിച്ചോക്കെ, ഇത് പണ്ടേ ചുണ്ടേന്റെ ബുദ്ധിയാവുള്ളൂ. നീ നല്ലോണം ചിന്തിച്ചോക്കെ. നല്ലോണം ലോട്ടറി നീ ഇന്നൊരു പെണ്ണെ കല്യാണം 25 ലക്ഷം മുതൽ 50 ലക്ഷം രൂപയും ഒരു മാന്യ കാറും കായങ്ങൾക്ക് പൊന്നും നമ്മുടെ 25 ലക്ഷം 25,000 രൂപ ഇല്ല. ചാക്കോടെ മോൻ ജിഗിയുണ്ട്. അവനെ ഒന്നാമത്തെ സ്വഭാവം കഴുകത്തില്ല. അതൊന്നും ചെയ്യാൻ വേണ്ടി ആരുമില്ല. അവന് പണമുണ്ട്, സ്വഭാവമുണ്ട്. സിഗരറ്റ് വലിക്കത്തില്ല. നാട്ടിൽ തന്നെ മതുപ്പാണ്. ശമ്പളമുണ്ട്. ഞാൻ എന്തുണ്ടാക്കുന്നത് അവനെ ആർക്കും ഞാൻ ഒരു വർഷം കെട്ടാത്തോളം വലിയ ആർക്കും ഉണ്ടാവില്ല. ദൈവം തന്ന അനുഗ്രഹം സമാധാനം സംഭവിച്ച് നാളെ രാത്രി കൊണ്ട് പോയി കല്യാണം കഴിക്കാം. അതായത് നല്ലത്. അപ്പൊ അങ്ങനെ ആണേലുണ്ടല്ലോ, അങ്ങനെ അവര് സമ്മതിക്കുവാണേലുണ്ടല്ലോ, നമുക്ക് മന്ത്രിമാരെ വിളിക്കണം, കാത്തലിക്സിലെ തിരുമേനിയെ വിളിക്കണം, മത്തോമയിലെ തിരുമേനി വിളിക്കണം,